ഹലോ, വെൽക്കം ബാക്ക്. 10ാം ക്ലാസ്സിലെ ഐടിയിലെ തിയറിയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫുൾ ഫോമുകൾ ഉണ്ട് അല്ലെ. നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട, പലപ്പോഴും ചോദിച്ച് കാണാറല്ല, പ്രധാനപ്പെട്ട കുറച്ച് ഫുൾ ഫോമുകൾ ഉണ്ട്. അവയൊക്കെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ കുറേ ഫുൾ ഫോമുകൾ നമുക്ക് പഠിച്ച് സെറ്റ് ആക്കി എടുക്കാം. പ്രധാനപ്പെട്ട ആദ്യത്തെ ഫുൾ ഫോമിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താ? SVG. SVG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്. സ്കേലബിൾ വെക്റ്റർ ഗ്രാഫിക്സ്. ഈ വീഡിയോ കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾ ഈ ഫുൾ ഫോമുകളൊക്കെ പഠിച്ചിരിക്കണേ. ഓക്കെ, സെറ്റ് ആക്കണം. സ്കേലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ പൂർണ്ണരൂപമാണ് SVG എന്ന് പറയുന്നത്. അടുത്തത് എന്താ? അടുത്തത് HTML. HTML എന്ന് പറയുന്നത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് അല്ലെ. വെബ് പേജുകൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതിന്റെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അടുത്തത് CSS. CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്സ്. ഓക്കെ, പഠിച്ചു വെക്കുക. അടുത്തത് വിസിവിക്. WYSIWYG. വിസിവിക്. വിസിവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. വിസിവിക് ആ ഒരു പൂർണ്ണ രൂപം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ, സെറ്റ് അല്ലേ, പഠിച്ചില്ലേ? അടുത്തത് WCMS. WCMS ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. WCMS വെബ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. WCMS വെബ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ അല്ലേ? അടുത്തത് IDE. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. എന്താണ് IDE? നമ്മൾ ഐഡിലില്ലേ, നമ്മൾ പൈത്തൺ ചെയ്യുന്ന ആ ഐഡിൽ, അതേപോലെ IDLE എന്ന് പറയുന്ന ആ ഒരു ഐഡിൽ, അതേപോലെ ജീനി എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനെയൊക്കെയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. അതായത് പൈത്തൺ പോലുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ടൈപ്പ് ചെയ്യാനും റൺ ചെയ്യാനൊക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ IDE അഥവാ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫുൾ ഫോം മറന്നു പോയാലോ. നെക്സ്റ്റ്, അടുത്തത് UTP. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഷുവർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റതാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. UTP അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എന്തായാലും പഠിക്കണം. ഇത് ഒരു കാരണവശാലും വിട്ടുപോകരുത്. UTP കേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. UTPയുടെ പൂർണ്ണരൂപം അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ഓക്കെ അല്ലേ? അടുത്തത് RJ45. RJ45 കണക്ടറിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. RJ11 കണക്ടറിനെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. RJ45 RJയുടെ പൂർണ്ണരൂപം രജിസ്റ്റേർഡ് ജാക്ക്. രജിസ്റ്റേർഡ് ജാക്ക് 45 എന്നതാണ് RJ45ന്റെ പൂർണ്ണരൂപം. എന്തായിരുന്നു RJ45 കണക്ടർ? അതായത് നമ്മുടെ നെറ്റ്വർക്കിങ്ങിന് ഉപയോഗിക്കുന്ന കേബിൾ ഉണ്ടല്ലോ, UTP കേബിൾ. നമ്മൾ നേരത്തെ UTPയുടെ ഫുൾ ഫോം പഠിച്ചിട്ടുണ്ട്. ഈ UTP കേബിളിന്റെ അറ്റത്ത് അഗ്രത്തിൽ നമ്മൾ ഘടിപ്പിക്കുന്ന ഒരു കണക്ടർ ഉണ്ട്. ആ കണക്ടർ ആണ് RJ45 എന്ന് പറയുന്നത്, രജിസ്റ്റേർഡ് ജാക്ക് 45. അടുത്തത് ലാനും വാനും. നെറ്റ്വർക്കിംഗ് എന്ന ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ലാനും വാനും. എന്താണ് ലാൻ? എന്താണ് വാൻ? ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, എല്ലാം പ്രധാനപ്പെട്ടതാണ്, പക്ഷെ ഇതൊക്കെ തന്നെ എന്തായാലും നോക്കണം. വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ലാൻ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. നടക്കൂലാലോ, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തത് TCP/IP. TCP/IP എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നതാണ് അതിന്റെ പൂർണ്ണരൂപം. വലിയ പൂർണ്ണരൂപമാണ്, കണ്ടു പേടിച്ചു വേണ്ട, ഒന്ന് ഓർത്ത് വെച്ചേക്ക്. TCP/IP അതൊരു പ്രോട്ടോകോൾ ആണ്. TCP/IPയുടെ പൂർണ്ണരൂപം ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ അല്ലേ? അടുത്തത് വീണ്ടും ഒരു പൂർണ്ണരൂപം തന്നെയാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ച് കാണാറുണ്ട്. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ, DHCP. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ശ്രദ്ധിക്കണേ, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. മലയാളം മീഡിയംകാർ ഇത് കണ്ട് പേടിച്ചു പോകണ്ട. നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെയാണ് പൂർണ്ണരൂപങ്ങൾ ഫുൾ ഫോമുകൾ ഉണ്ടാവുക. കൃത്യമായിട്ട് വായിച്ച് പഠിച്ചു പോകാം. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം? HTTP. അടുത്തൊരു പ്രോട്ടോകോൾ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ആ സമയത്ത് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞ് അത് പഠിച്ച് ഈ വീഡിയോ തീരുന്നതിലൂടെ പഠിച്ച് സെറ്റാക്കണം. ഓക്കെ ഓക്കെ, അടുത്തത് DNS. DNS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ നെയിം സെർവർ. ഡൊമൈൻ നെയിം സെർവർ. DNS ഡൊമൈൻ നെയിം സെർവർ. ഓക്കെ, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പൂർണ്ണരൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്നതും ശരി തന്നെയാണ്. നമുക്കിവിടെ DNS ഡൊമൈൻ നെയിം സെർവറിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് DNS ഡൊമൈൻ നെയിം സെർവർ. അടുത്തത് WWW. ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. WWW ചോദിക്കാറുണ്ട്. വേൾഡ് വൈഡ് വെബ്. ഇവിടെ നിങ്ങൾ തെറ്റിക്ക് എങ്ങനെയാണെന്നറിയോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തരും. വൈഡ് വേൾഡ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് തരും. ഓക്കെ, അത് നമ്മൾ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. ഈ വീഡിയോ കണ്ടു, ഇവിടെ നിന്ന് പഠിച്ചു, ടെക്സ്റ്റിലൂടെയും പഠിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് വെബ് WWW സെറ്റ്. തെറ്റിക്കൂലാലോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്
IETF ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ചിലപ്പോൾ ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്. IETF ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ്. ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ്. ഓക്കെ അല്ലേ? ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ്. ICANN ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. വലിയൊരു പൂർണ്ണരൂപമാണ്, വലിയൊരു ഫുൾ ഫോം ആണ്. കേട്ടിട്ട് നടക്കൂല എന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ഒരു 2-3 തവണ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഓക്കെ അല്ലേ? ICANN. അടുത്തത് OTP. പിന്നെ നമുക്ക് അറിയാവുന്നതാണ് വൺ ടൈം പാസ്വേഡ്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. വൺ ടൈം പാസ്വേഡ് OTP എന്നതിന്റെ പൂർണ്ണരൂപം വൺ ടൈം പാസ്വേഡ്. DBMS വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാറുണ്ട്. DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. DBMSന്റെ പൂർണ്ണരൂപം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അടുത്തത് SQL ആണ്. SQL എന്ന് പറയുന്നത് ഡാറ്റാബേസുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. അതിന്റെ പൂർണ്ണരൂപം സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അതൊരു ലാംഗ്വേജ് ആണ്, ഒരു ക്വറി ലാംഗ്വേജ് ആണ്. ഡാറ്റാബേസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ SQL യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഓക്കെ അല്ലേ? അടുത്തത് LMS ആണ്. LMS ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം. ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം. അടുത്തത് എന്താ ഉള്ളത്? FPS ആണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രെയിംസ് പെർ സെക്കൻഡ്. ഫ്രെയിംസ് പെർ സെക്കൻഡ്. ഓക്കെ, ഫ്രെയിംസ് പെർ സെക്കൻഡ് FPS. തെറ്റിക്കൂലോ? URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്തത് വൈഫൈ. നമുക്കറിയാലോ വൈഫൈ. നമ്മുടെ ആ വൈഫൈയുടെ പൂർണ്ണരൂപം വയർലെസ് ഫിഡിലിറ്റി. വയർലെസ് ഫിഡിലിറ്റി. അടുത്തത് GUI ആണ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അടുത്തത് GNU. അതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഇഗ്നൂസ് നോട്ട് യുനിക്സ് എന്നതാണ്. ഇഗ്നൂസ് നോട്ട് യുനിക്സ്. ഇത്രയുമാണ് നമ്മൾ എന്തായാലും 10ാം ക്ലാസ്സിൽ ITയിൽ നിർബന്ധമായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്തും പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നോക്കി പോകേണ്ട പൂർണ്ണരൂപങ്ങൾ. ഈ 2-3-4 സ്ലൈഡിലൂടെ പഠിച്ചിരിക്കുന്ന ഈ പൂർണ്ണരൂപങ്ങളൊക്കെ എന്തായാലും ഫുൾ ഫോമുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതൊന്നും മറന്നു പോകരുത്. ഇനി ITയുടെ വീഡിയോ വരുന്നുണ്ട്. IT നമുക്ക് സെറ്റ് ആക്കണം. അടുത്തൊരു IT വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ